മണ്ഡലകാലത്തിനൊപ്പം ക്രിസ്തുമസ് അവധിക്കാലം കൂടിയായതോടെ ഗുരുവായൂരിൽ ദർശനത്തിന് തിരക്ക് കൂടി. ശനി ഞായർ ദിവസങ്ങളിൽ നിയന്ത്രണാതീതമായ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. തിരക്ക് കാരണം പുറത്തെ വരിയിൽ നിന്നുള്ള ഭക്തരെ നേരെ കൊടിമരം വഴിയാണ് നാലമ്പലത്തിനുള്ളിലേക്ക് ഈ 2 ദിവസങ്ങളിലും പ്രവേശിപ്പിച്ചത്. തിരക്ക് കൂടിയതോടെ അതിന് ആനുപാതികമായി വഴിപാടുകളുടെ എണ്ണവും കൂടി. ഞായറാഴ്ച മാത്രം 1 കോടിയോളം രൂപയാണ് വഴിപാടിനത്തിൽ മാത്രം ഗുരുവായൂർ ക്ഷേത്രത്തിലെ വരുമാനം. വരി നിൽക്കാതെ പ്രത്യേക ദർശനത്തിന് നെയ്വിളക്ക് ഷീട്ടാക്കിയത് വഴിയുള്ള വരുമാനം 29 ലക്ഷം കടന്നു. വലിയ തിരക്കുള്ള ദിവസങ്ങളിൽ പോലും നെയ്വിളക്ക് ഷീട്ടാക്കിയത് വഴിയുള്ള വരുമാനം ശരാശരി 25 ലക്ഷം രൂപ വരെ ലഭിക്കാറുള്ളൂ എന്നതാണ് ശ്രദ്ധേയം. തുലാഭാരം വഴിപാടിൽ 20 ലക്ഷത്തോളം രൂപയും പാൽപായസം ഷീട്ടാക്കിയത് വഴി 5 ലക്ഷത്തോളം രൂപയുമാണ് ലഭിച്ചത്. ഈ ദിവസങ്ങളിൽ 139 വിവാഹങ്ങളും ക്ഷേത്രങ്ങളിൽ നടന്നു. വധൂവരന്മാരും ഫോട്ടോഗ്രാഫർമാരും ഉൾപ്പെടെ 20 പേരെ മാത്രമേ ഒരു വിവാഹ സംഘത്തോടൊപ്പം മണ്ഡപത്തിന് സമീപത്തേക്ക് പ്രവേശിപ്പിച്ചിരുന്നുള്ളൂ. വിവാഹ സംഘത്തിന്റെ തിക്കും തിരക്കും ക്ഷേത്രനടയിൽ പ്രകടമാകാത്ത തരത്തിൽ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ഗുരുവായൂർ ക്ഷേത്രനടയിൽ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനായി നഗരസഭ രജിസ്ട്രേഷൻ കൗണ്ടർ ആരംഭിച്ചിട്ടുണ്ട്. ഇത് വിവാഹ സംഘങ്ങൾക്ക് ഗുണകരമായി. 469 കുട്ടികളുടെ ചോറൂണും ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. അതേസമയം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഡിസംബർ മാസത്തിലെ ഭണ്ഡാരം എണ്ണിയപ്പോൾ 4,98,14,314 രൂപയാണ് ലഭിച്ചത്. CSB ഗുരുവായൂർ ശാഖയ്ക്കായിരുന്നു ഇക്കുറി ഭണ്ഡാരം എണ്ണലിന്റെ ചുമതല. 1,795 കിലോ സ്വർണവും 9,9 കിലോ വെള്ളിയും ഭണ്ഡാരത്തിൽ നിന്ന് ലഭിച്ചു. സർക്കാർ അസാധുവാക്കിയ 2000, 500 നോട്ടുകളും ഭണ്ഡാരത്തിലുണ്ടായിരുന്നു. 2000 രൂപയുടെ 20 നോട്ടുകളും 1000 രൂപയുടെ 6 നോട്ടുകളും 500ന്റെ 38 നോട്ടുകളുമാണ് ഭണ്ഡാരത്തിൽ നിന്ന് ലഭിച്ചത്. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലുള്ള ഈ ഭണ്ഡാരം വഴി 3,11 ലക്ഷം രൂപയും പടിഞ്ഞാറേ നടയിലുള്ള ഭണ്ഡാരം വഴി 44,799 രൂപയുമാണ് ഈ മാസം മാത്രമായിട്ട് ലഭിച്ചിട്ടുള്ളത്.